അല്ല ഗൈസ്, മുന്നാസും മിന്നൂസും പഠിക്കാൻ എപ്പോൾ ബുക്ക് എടുക്കണോ അപ്പം നന്നൂസിനും വേണം ബുക്കും ഒരു പെൻസിലും അല്ലെങ്കിൽ പേന. കുറേ ബുക്കിലെഴുതും, അത് കഴിയുമ്പോൾ പിന്നെ ചുമരിലൊക്കെ എഴുതി അങ്ങോട്ട് വൃത്തിയേടാക്കി അങ്ങോട്ട് ഇടും. അവളെന്തോ വലിയ കാര്യം ചെയ്യണ പോലെയാണ് അവൾക്കും ഞങ്ങൾക്കും തോന്നാറ് കേട്ടോ. നന്നു എന്താണ് വരക്കണമെന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴുള്ള ഒരു ഉത്തരവുണ്ട്, പൂവാണ്, പൂവ്. എന്ത് വരച്ചാലും എന്ത് കുത്തി വരച്ച് കഴിഞ്ഞാലും അവളപ്പം പറയും പൂവാണ് പൂവാണെന്ന്. ചുമരിലും പുസ്തകത്തിലൊന്നും ഇനി സ്ഥലമില്ല വരക്കാനായിട്ട് കേട്ടോ. ഒരു കൈ കൊണ്ട് വരക്കുന്നുണ്ടെങ്കിലും ഒരു കൈയിൽ മൂക്കിലാണ് കേട്ടോ. മൂക്ക് ഒലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ട്ടോ. ഇവിടെ എല്ലാവർക്കും ജലദോഷം ആയതുകൊണ്ട് പിന്നെ നന്നുവിനായിട്ട് എന്തിനാണ് കുറക്കുന്നത്, നന്നുവിന് നല്ല ജലദോഷം. അധികം നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോടി പുതിയ ബുക്കിലൊക്കെ വരച്ചിരുന്നതിൻ്റെ പേരിൽ ഞാൻ വേഗം തന്നെ അവളെ അടുക്കളയിലോട്ട് കൊണ്ടുപോയിട്ടാണ്. അടുക്കളയിലേക്ക് വരാനായിട്ട് ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പിന്നെ അത് ഇതൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ആൾക്ക് ക്യാരറ്റ് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഫ്രൈഡ് റൈസ് പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ തലേ ദിവസത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ നന്നുകുട്ടിയാണെന്നുണ്ടെങ്കിലോ ആ ഗ്യാസിൻ്റെ അടപ്പൊക്കെ ഇളക്കി മറിച്ച് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കട്ടെ എന്ന്. കറികളില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കാര്യം റെഡിയായിട്ട്. പിന്നെ കുറച്ച് മുട്ട വേണം കേട്ടോ. കുറച്ച് മുട്ട അല്ല, 1-2 മുട്ട വേണം കേട്ടോ. ഇവിടെ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നന്നുവിന് വേഗം ചോറ് കൊടുക്കാനൊക്കെയാണ്. ചോറ് കൊടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂർ വേണം 2-3 പിടി തിന്നണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്നുവിൻ്റെ ചോറ് ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ചോറ് തിന്നു കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ കാണാം, ബൈ.